ഹലോ ജീവ, ട്രെയിൻ കയറാൻ വന്നതാണല്ലേ? ഹലോ, ഞാൻ ട്രെയിൻ കയറാൻ തന്നെയാ വന്നത്. എവിടെ പോണ്? ഒരിടത്തും പോവാനൊന്നുമില്ല, എന്റെ നെഞ്ചത്തൂടെ ട്രെയിൻ കയറ്റാൻ. അങ്ങനെ പറയല്ലേ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്ത് പ്രശ്നമാണെങ്കിലും പറ, നമ്മൾ റെഡിയാക്കാം. എന്താ ഇപ്പൊ പ്രശ്നം എന്നാ? എന്റെ പൊന്ന് ജീവ, എനിക്ക് 42 വയസ്സായി. ഇതിനിടെ ഞാൻ 103 പെണ്ണാണ് കണ്ടത്. എന്തിന്? ഈ അച്ഛന്റെ ഇടവകയെന്ന് തന്നെ ഞാൻ 7 പോലും എന്നെ ഇഷ്ടപ്പെടൂല. ഒടുവില് ഒരു 2 കല്യാണം സെറ്റായി. കല്യാണത്തിനും ഞാൻ വലിയ കാര്യത്തിൽ അങ്ങ് പന്തല്ലിരിക്കുക. അപ്പൊ ആ പെണ്ണിന്റെ ആദ്യ ഭർത്താവ് അവളെ അങ്ങ് വിളിച്ചോണ്ടോയി. ഞാനിത് എങ്ങനെ സഹിക്കും? നിങ്ങളൊന്ന് പറ. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ ജീവിച്ചു. ട്രെയിൻ പോയോ എന്തുവാന്ന് അറിയത്തില്ല. അയ്യോ അമ്മേച്ചിയേ. ചേട്ടാ, മാവേലി പോയോ? അത് കഴിഞ്ഞ ഓണത്തിന് തന്നെ പോയില്ലേ? എന്റെ പൊന്നടാവേ, മാവേലി ട്രെയിൻ പോയാന്ന് ഞാൻ ചോദിച്ചത്. അത് പോയി കാണും. പോയി കാണുമോ? എന്റെ ദൈവമേ, എന്റെ ബാവച്ചി, എന്റെ ബാവച്ചി. പഞ്ചവർണ്ണ തത്തേ, ഇങ്ങനെ കിടന്ന് കാവേച്ചി വാവേച്ചി എന്നൊക്കെ വിളിച്ച് കരയണത്. അത് ചേട്ടാ, ഞാനും എന്റെ ലവറും കൂടെ ഇന്ന് ഓളിച്ചോളാൻ തീരുമാനിച്ചാലേ കൃത്യം 10:30 ട്രെയിന്. അപ്പൊ ഞാൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി. അവളിനിപ്പോ ട്രെയിൻ കയറി പോയി കാണും. നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ ആദ്യം നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ചേട്ടാ, ഈ ഫോണിൽ വിളിച്ചാ കിട്ടത്തില്ല. എന്റെ ഒരു ഫോട്ടോ അവളുടെ ബുക്കിന് കിട്ടിയതിന് അന്ന് അവളുടെ ഫോൺ തല്ലി പൊട്ടിച്ചു വെച്ച്. നിനക്ക് അവളെ ഇത്രക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് മാന്യായിട്ട് അവളെ വീട്ടിൽ ചെന്ന് പെണ്ണ് വെച്ചൂടെ? എന്റെ ചേട്ടാ, ഞാൻ ചോദിച്ചടാ. ഞാൻ അവിടെ ചെന്നപ്പോ അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, പൊലപ്പൊന്നും വേണ്ട, പൊക്കോളാൻ. അങ്ങനെ പറഞ്ഞു. എന്നെ കണ്ടപ്പോ അവളുടെ അമ്മ വിചാരിച്ച് ബംഗാളി ആയിരിക്കും. ഓ എടാ, നിന്നെ അവളെ ഞാൻ തോറ്റു കൊടുത്തില്ല. പിന്നെ എന്റെ കൂട്ടുകാരനുമായിട്ട് പോയി. കൂട്ടുകാരനായിട്ട് പോയപ്പോ അവളുടെ അച്ഛൻ എന്റെ കൂട്ടുകാരനോട് പറയോ, ഏത് പട്ടിക്ക് കെട്ടിച്ചു കൊടുത്താലും അവനെ പോലെ ഒരുത്തന് കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന്. എന്താടാ നിന്റെ അമ്മായിയപ്പൻ നിന്റെ അടുത്ത് ഇത്രക്ക് ദേഷ്യം? അങ്ങേരെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചേ. അങ്ങേർക്ക് എന്റെ എല്ലാ സ്വഭാവവും അറിയാം. അത് മാത്രമല്ല, ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തനും കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലേ? അച്ഛനെ പറ്റിച്ച് വീട്ടിൽ കള്ളച്ചോറ് എന്ന് കിടപ്പാണ്. അച്ഛനെ ഒന്നും പറ്റിക്കാൻ പറ്റത്തില്ല. അറിയാത്തോണ്ടാ എന്റെ അച്ഛൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണം നേടാൻ പോയ ആളാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഏട്ടാ, നിന്റെ അച്ഛൻ ഒളിമ്പിക്സിലൊക്കെ ഉണ്ടാ? ഒളിമ്പിക്സിലല്ലേ, പിന്നെ ഖത്തറിൽ ഇന്ത്യയിലോട്ട് സ്വർണം കടത്തിയതിന് കസ്റ്റംസുകാര് പിടിച്ച് ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. അല്ലേ ചേട്ടാ, ഈ പാവം പിടിച്ച പിള്ളേർക്കില്ലേ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പിള്ളേർക്ക് ജോലി സർക്കാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചേട്ടാ, ഓരോ വർഷം തോറും സർക്കാർ ഓരോ പദ്ധതികൾ ഇറക്കുമല്ലയോ? പദ്ധതികള് ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിക്ക് അപേക്ഷ കൊടുത്തു. എന്നിട്ട് അവരെനിക്ക് തന്നില്ലല്ലോ. നീ ഏത് വണ്ടിയാടാ അപേക്ഷിച്ചേ? ഡ്യൂക്ക്. എടാ പ്രാന്താ, നിന്നെ ഒന്നും എനിക്ക് വിളിക്കാനും പറ്റണില്ല. എടാ, ഒരു പെണ്ണ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാ അവക്ക് ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കണ്ടേ? അതിന് അമ്മ വീട്ടിൽ തൊഴിലുറപ്പിന് പോകുന്നുണ്ടല്ലോ. എടാ മണ്ട, ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ അവക്ക് എന്തൊക്കെ ചെലവാണുള്ളത്. ചെലവല്ലേ? വേണേ അമ്മ നൈറ്റ് പമ്പിലൂടെ വിടാം. എടാ ചൂലേ, എന്നാലും നിനക്ക് പണിക്ക് പോകാൻ വയ്യ അല്ലേടാ? എനിക്ക് പോകാൻ പറ്റത്തില്ല ചേട്ടാ. എന്റെ ഈ മുടി ലുക്കൊക്കെ പോകും. എന്റെ കാവേരിക്ക് ഇഷ്ടപ്പെടത്തില്ല. എടേ, ഈ കാലത്ത് കാശുള്ളവനെ വിലയുള്ളൂ. ഉദാഹരണത്തിന് നീ എന്നെ തന്നെ നോക്ക്. എനിക്ക് ഇത്രയും ഗ്ലാമർ ഇല്ലേ? എന്താടാ വായിക്കാത്തൊരു ഈച്ച കയറി. എനിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ട്. എന്നിട്ട് തികച്ച ഒരു പെണ്ണിന് പോലും എന്നെ ഇഷ്ടപ്പെടണില്ലല്ലേ? അതുകൊണ്ട് ഓർത്തോ, കാശുള്ളവന് ഈ ലോകത്ത് വിലയുള്ളൂ. അന്ന് ചേട്ടാ. ഓ, അപ്പൊ പിന്നെ കാശുണ്ടാക്കാൻ തുടങ്ങാൻ പോവാ. കാശുണ്ടാക്കണം. പക്ഷെ വേറൊരു പ്രശ്നം കൊണ്ടുണ്ട്. ഇപ്പൊ അവളെ ആ ട്രെയിനിൽ കയറി പോയില്ലേ, അവളെ അവരുടെ വീട്ടുകാരെങ്ങാണ് കണ്ടുപിടിച്ച നിശ്ചയിച്ച ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടും ചേട്ടാ. നീ ഇങ്ങനെ കരയാതെ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹശക്തിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നിക്കും, അല്ലാതെ അവള് വേറെ ആരും കൂടെ പോകത്തില്ല. അതെങ്ങനെ ചേട്ടനറിയാം? 3 പെണ്ണാണ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. എനിക്ക് ജീവിതത്തിലുള്ള അനുഭവമാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിലേ ഞാൻ തൊടില്ല കാണുന്ന ട്രെയിനിൽ അങ്ങ് ബോംബെയിലോട്ട് വിടുക. അവിടെ ചെന്ന് റോക്കി ബോയ് ആയി ഈ ലോകത്തുള്ള എല്ലാ സ്വർണം ഞാൻ എന്റെ കാവേരിക്ക് കൊണ്ടു കൊടുക്കും. അച്ഛനെ പോലെ ആവാതിരുന്നാ മതി. എന്തായാലും എടാ, ഇതൊക്കെ പറഞ്ഞാലും നീ എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുവാ, നീ നന്നായി വരുവാടാ മോനെ. നീ സമ്പാദിച്ചിട്ട് വാ. ഈ ചേട്ടന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ട്. ഉണ്ടാവല്ലോ ചേട്ടാ. പിന്നെ ചേട്ടാ, ഈ മോതിരം അത് അവൾ എനിക്ക് തന്നെയാ. അത് അവളുടെ കൊടുത്തിട്ട് പറയണം, അവളുടെ ഏട്ടായി അവക്ക് വേണ്ടി അങ്ങ് ബോംബെയിൽ കഷ്ടപ്പെടാൻ പോയെന്ന്. ശരി, ഞാനെന്നാ പോവാണേ. ശരിയാടാ. ശരി ചേട്ടാ. പാവം ചെറുക്കും. ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ ചേട്ടാ. പോണില്ലേ? അല്ല, പോവാ. അതിനു മുമ്പേ അതായത് എന്റെ പൈസ ഇല്ല വണ്ടിക്കൂലിക്കുള്ള. അല്ലടാ,
നീ എങ്ങനെയാണ് പൈസ ഇല്ലാതെ പെണ്ണിനെ വിളിച്ചോണ്ട് ഒളിച്ചോടാൻ പോണത്? അത് അവളുടെ കാതയിൽ ഒരു കമ്മലുണ്ടായിരുന്നു. ആ കമ്മല് പണയം വെച്ച് അങ്ങനെ അങ്ങാണ്ട് പോവാൻ നിന്നതാ. ഇപ്പൊ അതും ഇല്ല. എനിക്കൊന്നും പറയാനില്ല. നിനക്ക് പൈസ അല്ലേ വേണ്ട? നീയെങ്കിലും പോയി രക്ഷപ്പെടും. താങ്ക് യു കേട്ടാ. ഞാൻ പോണേ. ശരിയെന്നാ. അയ്യോ പോയി. ചേട്ടാ ചേട്ടാ പേരെന്താ? എന്റെ പേര് ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ ചേട്ടാ രാംചന്ദ്രനെ കണ്ടായിരുന്നോ? ആറാറിന്റെ ഷൂട്ടിന് കേരളത്ത് വന്നപ്പോ ഒന്ന് കണ്ടേ. മറ്റേ സിനിമാ നടൻ രാംചരണല്ലയോ? അയ്യോ അതല്ല. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് കളർഫുൾ പാന്റ് ഒക്കെ ഇട്ട് ട്രെയിൻ കയറാൻ വന്നായിരുന്നാ ചേട്ടാ? അയ്യോ മറ്റേ നെറ്റിയിൽ ജപ്പാന്റെ കൂടെ വെച്ചോണ്ട് നടക്കണവനല്ലേ? അവൻ തലയിലെ കൂടെ പോണോണ്ട്. ദൈവമേ ഇനി അവൻ പറഞ്ഞ കാവേരിയാണോ ഇത്? മുട്ടി നോക്കാം. ആ മോളെ അവൻ ആരെയോ ചതിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞാ ഇല്ലേ കണ്ണ ട്രെയിനിൽ കയറി പോകുന്നുണ്ട്. എന്നിട്ട് ഏതോ ഒരു പാവം പെങ്കൊച്ചിനെ ചതിച്ചീന്ന് വിളിച്ച്. അതും പോരാതെ എന്താ അവള് പോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് രേഷ്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ട്രെയിനിൽ കയറി പോയി. ഈ മോതിരം അവിടെ വലിച്ചെറിഞ്ഞു. ഞാൻ ആയോണ്ട് ഇത് എടുത്തു വെച്ച് ആരെങ്കിലും വരുമ്പോ കൊടുക്കാല്ലോ. ചേട്ടാ അങ്ങനെ എവിടെ പോയതറിയാമോ? ബോംബെക്ക് പോണെന്നാണ് പറഞ്ഞത്. ബോംബെക്കാ? അല്ല ഒരുവിധപ്പെട്ട എല്ലാരും ഒളിച്ചു വന്ന ബോംബെയിലാണ്. അല്ല കുട്ടിയാരാ മനസ്സിലായില്ലേ? ഇല്ല. അങ്ങേര് പറഞ്ഞ് ചതിച്ച് ഞാനാ. എന്റെ പൊന്നു മോളെ അവനെ കണ്ടറിഞ്ഞൂടെ? അവൻ മഹാ ഫ്രോഡാണ്. തലയിൽ ഒരു പിരമിഡും വലിച്ച് കയറ്റി ചേരാത്തേട്ടു കുറിയിട്ട് അതും പോരാതെ തലയിൽ പെയിന്റിന്റെ വാട്ട വീണ പോലത്തെ ഒരു രൂപം. എന്റെ പൊന്നു മോളെ മോളല്ലാതെ വേറെ ആരെങ്കിലും അവൻ്റെ കൂടെ ഇങ്ങനെ ഒളിച്ചോടൂ? ആണോ ചേട്ടാ? എന്തായാലും മോളൊരു കാര്യം ചെയ്യും. മോള് നേരെ വീട്ടിലോട്ട് വിട്ടോ. ഇനി ഇവിടെ അധികം സമയം നിൽക്കണ്ട. അയ്യോ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല. ഞാൻ പോകത്തില്ല. അതെന്ത്? എന്തെന്ന് വെച്ചാലേ 2 ദിവസം കഴിഞ്ഞ കല്യാണമാ. എന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും ഞാൻ ഇറങ്ങി വന്നതിന്റെ വിഷമത്തിൽ അവിടെ നാടൻ കെട്ടിയിരിക്കുക. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചാവാൻ പോകും. അയ്യോ ചാവാനൊന്നും പോവല്ലേ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നാണ് ചില വലിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോളൊരു കാര്യം ചെയ്യും. മോള് കാമുകൻ ചതിച്ച പേരില് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി, ഞാനും എനിക്കൊരു പെണ്ണ് കിട്ടാത്തോണ്ട് മരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ സാഹചര്യം കടന്നുകൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണല്ലോ. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ചാലോ? അത് പെട്ടെന്ന് സാവധാനം സമയം എടുത്ത് പറഞ്ഞാൽ മതി. നമുക്ക് സമയം എങ്ങനെ കിടക്കല്ലേ വൈകുന്നേരം വരെ. എന്തായാലും മോളൊരു കാര്യം ചെയ്യും, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. തിരിച്ചു പറഞ്ഞ എന്ത് ചേട്ടാ? KGF റോക്കി ബൈ ആണ്ട വരണം. ഇപ്പൊ എല്ലാം പൊളിയും. ഇതൊന്നും വേണ്ടായിരുന്നു. ട്രെയിനിനടുത്ത് ചാടണ്ടായിരുന്നു എന്റെ ഈശോയെ. കാവേരി കാവേരി എന്നെ ചതിച്ചിട്ട് നിങ്ങൾ രേഷ്മയുടെ കൂടെ പോയല്ലേ? രേഷ്മ ഏത് രേഷ്മ? നിങ്ങളെ കൂടെ നാളെ ഒന്നും കളിക്കണ്ട. എന്നെ ചതിച്ചിട്ട് ഞാൻ തന്ന മോതിരം വരെ വലിച്ചെറിഞ്ഞേക്കണ്. കൂടുതൽ ടോറസ് ഉണ്ടാകും കത്തും. ഇതൊക്കെ ആരാണ് നിന്നോട് പറഞ്ഞത്? എന്റെ ഈ ചേട്ടൻ പറഞ്ഞു. എവരാ? ഇവിടെ അനിയനെ പോയാന്ന് പറഞ്ഞിട്ട് നിന്നെ ഇന്ന് ഞാൻ കൊണ്ടുപോകരുത്. എന്റെ ഈ ഉണ്ണിത്താൻ ചേട്ടന് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ എനിക്ക് ജീവിതം തന്ന എന്റെ ദൈവമാണിത്, എന്റെ ഉണ്ണിത്താൻ ചേട്ടൻ. അപ്പൊ നിനക്കെന്നെ വേണ്ടല്ലോ? വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, നീ വിശ്വസിക്കാതിരിക്കുവോ? എടി നിന്റെ ഈ ഉണ്ണിത്താൻ ചേട്ടനില്ലയോ, അവനാ എന്നോട് പറഞ്ഞ നിന്നെ ഞാനിവിടെ കാത്തു നിന്നപ്പം അവള് നിന്നെ ചതിച്ചടാ, നീ വേറെ എവിടെങ്കിലും പോയി ജോലി വല്ലതും നോക്കാൻ അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ പോയത്. സോറി രാംചരൺ, സോറി. കുഴപ്പമില്ല. ചേട്ടൻ എന്ത് മനസ്സിലായി? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പരിശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അപ്പത്തേക്ക് മാടി നമുക്ക് അങ്ങ് പോവാം. എവിടെ പോണേ? എന്ത് മോതിരം വേണ്ടേ? ശരിയാണ്, നമ്മൾ ഈ മോതിരം കാരണല്ലേ പിരിഞ്ഞ്. അപ്പൊ പിരിഞ്ഞെടുത്തൊന്ന് നമുക്ക് അങ്ങ് ഒന്നായാലോ. നല്ലൊരു കൈയടി. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.